നമ്മൾ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിയോജക മണ്ഡലത്തിലാണ്. മണ്ഡലത്തിൽ നിലവിലെ MLA ആയി തുടരുന്നത് LDF മുന്നണിയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറാണ്. ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നണിക്കായി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, UDF മുന്നണിക്കായി സതീഷ് കൊച്ചുപറമ്പിൽ, NDAക്കായി TP സുന്ദരേഷനുമാണ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ ഇനിയും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാമെന്നറിയാനും അത് ചർച്ച ചെയ്യാനുമാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. വന്യമൃഗശല്യം, ജീവന് പോലും അപായമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പാറമടകൾ, കുടിവെള്ളക്ഷാമം, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ മണ്ഡലത്തിലെ പ്രശ്നങ്ങളായി ഉന്നയിക്കുന്നത്. 45 ഇടത്ത് ആരോഗ്യ മേഖലയിലുണ്ടായ വീഴ്ചകൾ നമ്മുടെ തൊട്ടടുത്ത മണ്ഡലത്തിലാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മത്സരിക്കുന്നത്. അവർ തന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ മറച്ചു വെക്കാനാണ് ഈ അടുത്ത സമയത്ത് മുദ്രാവാക്യം കേട്ട് പെടലി ഉളുക്കിയതായിട്ടൊക്കെ പറയുന്നത്. ഇതൊക്കെ വെറും കോമഡിയാണ്. നമുക്കറിയാം, കോന്നിയിലെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഈ അടുത്ത സമയത്ത് തന്നെയാണ് ഡോക്ടർ എഴുതി വെച്ചിരിക്കുന്നത്, സർജറിക്ക് വരുന്നവർ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം വന്നാൽ മതി, സർജിക്കലായിട്ടുള്ള ബ്ലേഡുകളില്ല, ഒന്നുമില്ല. ഇവിടുന്ന് തൊട്ട് അവർ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയിലേക്ക്, സ്വകാര്യ ഹോസ്പിറ്റലിലെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. കോന്നി നിയോജക മണ്ഡലത്തിലെ സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും കുടിവെള്ളക്ഷാമമുണ്ട്. ഒരു പരിധിവരെ പരിഹരിക്കാനെ കൊണ്ട് സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ സ്ഥലത്ത് തന്നെ ആണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം വരുന്നത്, പകുതി വെള്ളം പൊട്ടി പൈപ്പ് പൊട്ടി ഒഴുകി പോയി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരോട് ബന്ധപ്പെടുന്ന അവരെ വിളിക്കുക, അല്ലെങ്കിൽ MLA വിളിച്ച് പറയുമ്പം MLA പറയും, അവരോട് പറയുക എന്ന് പറയുന്ന സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഒരു യാതൊരുവിധമായ ഒരു സംവിധാനത്തിന് പുറത്തുകൂടെ ഈ സർക്കാരിന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യം. വികസനം നടന്ന കുറച്ച് റോഡുകൾ നടന്നിട്ടുണ്ട്, പാലങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലാതെ പിന്നെ മനുഷ്യന് വേണ്ടപ്പെട്ടൊന്നുമായിട്ട് ഒന്നുമില്ല. മനുഷ്യന് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റത്തില്ല. വന്യമൃഗങ്ങളെ കുറിച്ചുള്ള കുറെ ശല്യങ്ങളുണ്ട്. അത് ഇതുവരെ ഒരു പാർട്ടികളും നടത്തിയിട്ടില്ല. ഈ ഭരണത്തിൽ വന്ന ആൾക്കാരും ഒന്നും ചെയ്തിട്ടില്ല. പന്നികള്, കടുവ, പുലി, ആനകള് എല്ലാം ഇറങ്ങുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴെല്ലാം അവരെല്ലാം കൈയൊഴിഞ്ഞു മാറുകയാണ്. കോന്നി നീളം എന്ന് പറയുമ്പോൾ മലയോര മേഖലയാണ് കൂടുതലായിട്ട്. ഈ മലയോര മേഖലയിൽ ഈ തേക്കുതോട്, തണ്ണിത്തോട്, ചിറ്റാറ്, സീർത്തോട്, അങ്ങനെയുള്ള കൊക്കാത്തോട്, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ടാപ്പിംഗ് പോലും നടക്കില്ല. കാരണം വെളുപ്പിനെ ഇറങ്ങാൻ പറ്റില്ല. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് വെളുപ്പിനെ ഒന്നും ഇറങ്ങി റബ്ബർ വെട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ റബ്ബർ ബോർഡിന്റെ മെമ്പറായിരുന്നു. ആ സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ മാത്രം 3500 ഹെക്ടർ റബ്ബറാണ് ടാപ്പ് ചെയ്യാതെ കിടക്കുന്നത്. കാരണം അതിന്റെ മെയിൻ കാരണം വന്യജീവി ഭീഷണിയാണ്. കാരണം വെളുപ്പിനെ ഇറങ്ങി ടാപ്പ് ചെയ്യാൻ പറ്റില്ല. പന്നിയുടെ ശല്യം കൊണ്ട് ഒരു കൃഷി കഴിഞ്ഞ ദിവസം MLA ഇവിടെ പറയുകയുണ്ടായി, ഇത് പരിഹരിച്ചെന്നാ പറഞ്ഞു. പന്നിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെന്നാ പറഞ്ഞു. എവിടെ പരിഹരിച്ചെന്നാ പറയുന്നത്? ഒരു കൃഷിയും കോന്നി ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ നെല്ല് കൃഷി ചെയ്യുന്ന ആളാണ്. ഞാൻ നെൽകൃഷി ഇനി മുതൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ വരമ്പുകൾ മുഴുവൻ തകർത്ത് മൊത്തം നെല്ലുകളും തകർത്ത് കളഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ കോന്നി നിയമമണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി പ്രശ്നം നേരിടുന്ന സ്ഥലം കോന്നിയാണ്. കോന്നിയിൽ ഇത് നമുക്ക് ഇനി മുന്നോട്ട് നീങ്ങാനേ പറ്റില്ല. കാർഷിക മേഖല മുഴുവനായി തകർന്നു. കാർഷിക മേഖല ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തേങ്ങ കിട്ടത്തില്ല. കാരണം ആ മലയെണ്ണാൻ തേങ്ങ മൊത്തം കുരങ്ങ് ഇത് നശിപ്പിക്കുകയാണ്. കൃഷി സാധനങ്ങൾ മുഴുവൻ പന്നി, ആനശല്യം അതിരൂക്ഷമാണ്. കാരണം ആനയും കൊണ്ട് ഇപ്പൊ കിടന്നുറങ്ങാൻ പറ്റില്ല. നാട്ടിൻപുറത്ത് വരെ ആന ഇറങ്ങി വന്നു കഴിഞ്ഞു. പകയാറ ഭാഗത്തൊക്കെ ആന ദിവസവും രാത്രി ആന വരിക. മലയോര കർഷകന്റെ ജീവിത നിലവാരത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മഹത്തായ ഒരു ആശയമായിട്ട് കൊണ്ടുവന്നതാണ് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഇന്ന് രോഗികൾക്ക് ചികിത്സാ സൗകര്യങ്ങളില്ല. ആശുപത്രി ചെല്ലുമ്പോൾ മരുന്നുകളില്ല. അതെല്ലാം പുറത്തേക്ക് ആളുകൾ മരുന്ന് മേടിക്കാൻ പോകണം. ഡോക്ടർമാരുണ്ടെങ്കിലും നഴ്സുമാരുണ്ടെങ്കിലും ഒക്കെ ശരിയാണ്. പക്ഷെ മരുന്നില്ലാതെ ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷനോ, മെഡിക്കൽ കോളേജ് ഓപ്പറേഷനോ, അതുപോലെ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ഒരു ഉപകരണങ്ങളുമില്ല. അപ്പൊ ഈ നാട്ടിലെ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മോശമായ ഒരു മെഡിക്കൽ കോളേജായി കോന്നി മെഡിക്കൽ കോളേജ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തനരഹിതമായ ആളുകൾ വരുന്നുണ്ട്. ഇതൊന്നും അറിയാതെ കുറെ ആളുകൾ വരികയും അവർ നിരാശരായി പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആരോഗ്യ മേഖലയിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെയുള്ള വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, കുട്ടികൾക്ക് പഠിച്ച് ജോലി ചെയ്യാനുള്ള അവസരങ്ങളില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതിയില്ല. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഒരു ഹൈവേ ഇതിലേ വന്നു, പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഇതിലേ വന്നെങ്കിലും യാത്രാ സൗകര്യം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കോന്നിയെ പോലുള്ള ഇടുങ്ങിയ ടൗണിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ, സ്വൈര്യമായിട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത, പകല് ബുദ്ധിമുട്ടൊന്ന് റോഡിലൂടെ നടന്നു പോകാൻ കഴിയാത്ത അത്ര വാഹന കുരുക്കുകളാണ്. അപ്പൊ എല്ലാ വിധത്തിലേക്കും അടൂരിലേക്കായാലും ശരി, തേക്കുതോട്, തണ്ണിത്തോട്, അതുപോലെ മലയോര മേഖലകളിലെല്ലാം ശരി, അവിടെയൊക്കെ പോകുന്നതിന് ഗതാഗത കുരുക്കുകൾ വളരെ രൂക്ഷമാണ്. അതുപോലെ കോന്നിയിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡുണ്ട്. അത് ആർക്കും പട്ടിക്ക് കയറി മൂത്രമൊഴിക്കാവുന്ന തരത്തിലാണ് ആ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്നത്. അതിനേക്കാളേറെ പരിതാപകരമായിട്ട് വർഷങ്ങളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് KSRTCയുടെ ബസ് സ്റ്റാൻഡ്,
ആ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താണ്? അതിന് നടക്കുമോ? ഇനി നടക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം? കോന്നി MLA ജനീഷ് കുമാറിന്റെ സ്വന്തം പഞ്ചായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുന്നുമലകൾ കയറി നിങ്ങൾ ചെല്ലുമ്പോൾ കാണാം അവിടെ എല്ലാം പാത്രങ്ങൾ റോഡുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കുടിവെള്ളം അവർക്കെല്ലാം കിട്ടാക്കനെയാണ്. അതേപോലെ തന്നെ മലയാലപ്പുഴ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ആകെ അവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. അവിടെയുള്ള ഒരേ ഒരു പ്രശ്നമാണ് ഈ കുടിവെള്ള പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നത്തിൽ ഇത്രയും നാളായിട്ടും, അതായത് അടൂർ പ്രകാശ് 5 തവണ MLA ആയിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോൾ 6.5 വർഷത്തോളമായിട്ട് ജനീഷ് കുമാർ MLA ആയിരുന്നപ്പോഴും ഇതുവരെ അതിനൊരു അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. ഓരോ വീട്ടുകാരും ഡെയിലി 600 രൂപയ്ക്ക് വെള്ളം ഇറക്കിയാണ് അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.